എനിക്കറിയണം എന്താ ഇവിടെ നടക്കുന്ന. ആരെയാ വിളിച്ചേ? കാജലിന്. കാജൽ ആരാണെന്ന് നിനക്ക് അറിയില്ല എന്നല്ലേ നീ പറഞ്ഞു? അറിയില്ല. അപ്പൊ ഫോൺ ചെയ്തോ? ചെയ്തില്ലല്ലോ അമ്മാവാ. എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. നീ ആരെയാ വിളിച്ചത്? അവരെന്ത് പറഞ്ഞു? അത് എന്നോട് വേഗം പറ. അവള് പറഞ്ഞ കാര്യമൊക്കെ ഓർത്താ അമ്മാവാ എനിക്ക് നാണമാവുക. അമ്മാവൻ ഒരു കാര്യങ്ങളും അറിയാത്ത പോലെ അഭിനയിച്ചാ മതിയെന്നേ. അപ്പൊ അവള് വരാന്ന് പറഞ്ഞതോ? പറഞ്ഞു. അതുകൊണ്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇന്നത്തെ കഥ ഇന്ന്, നാളത്തെ കഥ നാളെ. ഇതിന് അമ്മാവൻ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലല്ലോ. വരുന്നേ. കൊള്ളാലോ, ഇനിയാണ് മരുമകളെ കാണാൻ സമയം കിട്ടേണ്ടത്. മോളെ കൊണ്ടുപോലെ ഞാൻ നോക്കിയിട്ട് തരാം. അത് കാണുന്നതിന് മുമ്പ് പിടിച്ചു പറിച്ചോണ്ട് പോയി. നീ ഒന്ന് നിക്കമ്മേ, ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ട് തരാം. ഇവിടെ ലേഡീസിന്റെ ഒരു സംസ്ഥാന സമ്മേളനം. എന്താ കാര്യം? ബാർബി ഡോൾ പോലെ ഉണ്ട്. എവിടെയാണ് അവളെ കിട്ടിയത്? നാളെ തുടങ്ങിട്ട് സാഗർ മോനെ, ഇപ്പോഴത്തെ കാലത്തെ പ്രേമത്തെ കുറിച്ച് ഒന്ന് പറ. ഈ മുത്തശ്ശി ഒന്ന് കേട്ട് ആസ്വദിക്കട്ടെ മോനെ. പറയടാ കുട്ടാ. ബഹളം വെക്കണ്ട, ഞാൻ പറയാം. ഞങ്ങൾക്ക് സ്റ്റോറി അങ്കിൾ അങ്കിൾ ഒന്ന് വേഗം വാ, ഞങ്ങൾക്ക് സ്റ്റോറി എല്ലാവർക്കും മോർണിംഗ് ചെയ്തിടാൻ ജോഗിങ്. എല്ലാവർക്കും മോർണിംഗ് ചെയ്തിടാൻ ജോഗിങ്. നന്നായി ചെയ്യും ടൈമില്ലേ, നന്നായി ചെയ്യും ടൈമില്ലേ. ഓടിക്കോ ഡോഗി, ഓടിച്ചോ ഡോഗി. ചന്തത്തിൽ പോയാലും കടി കിട്ടും. എടാകില്ലാടി എന്താകും താടി, എന്താ ചെയ്യുന്നേ കുഞ്ഞിച്ചേക്ക? ഉമ്മയാണോ? പറ. അല്ല, ഇടിച്ചു. അങ്കിൾ, എന്നിട്ട് ലവ് ആയോ? ലവ് അല്ല, ബൗ ആയ ബൗവ വെച്ചേ, നായ് ബൗവു വെച്ചേ. നായ വന്ന കാരണം ജോഗിങ് എല്ലാം മുടങ്ങി. ധൈര്യം കാട്ടിയാൽ അങ്ങ് ചിരിച്ചിടും. അന്ന് മുതൽ വിക്രമാദിത്യന്റെ കൂടെ വേതാളം വന്ന പോലെ അവൾ എന്റെ കൂടെ കൂടി. ഹോട്ടലിൽ ചെന്ന് ജ്യൂസ് ഒന്ന് കുടിച്ചേ, ഷോപ്പിങ്ങും കഴിഞ്ഞിങ് പോന്നില്ലേ. അയ്യോ ഇനി എന്തൊക്കെ കാണണം. രാത്രി ഒന്നു വന്നാൽ പേടിക്കും സ്വപ്നം. രാത്രി ഒന്നു വന്നാൽ പേടിക്കും സ്വപ്നം. ഞാൻ ഉറങ്ങാതെ കിടന്നിടുന്നു. എന്തോ നീ ലൈഫ് വല്ല പൊല്ലാപ്പ്. ഇതെന്തോന്നു ജീവിതം. അപ്പൊ അങ്കിൾ എന്താ അവരോട് പറഞ്ഞേ? ഈ പ്രേമവും സ്നേഹവും ഒക്കെ വെറും മണ്ണാങ്കട്ടയാന്ന് എനിക്ക് മനസ്സിലായി. നീ അത് എപ്പോ പ്രേമിച്ചു, എവിടെ വെച്ച് പ്രേമിച്ചു? പറ. ജീവിതം എന്താണെന്നറിയോ നിനക്ക്? ഈ ലോകം എന്താണെന്നറിയോ നിനക്ക്? ലോകം ഒരു മിററാണ്, അതായത് കണ്ണാടി. അതിനെ നോക്കി ചിരിച്ചാൽ അത് നിന്നെ നോക്കി ചിരിക്കും. അത് നോക്കി കരഞ്ഞാൽ അത് നിന്നെ നോക്കി കരയും. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അയ്യോ, എന്നിട്ട് ലവ് ആയില്ലേ? അങ്ങനെ ഒരു ദിവസം ഞാൻ ബെൻസ് കാറിൽ പോകുമ്പോ സിഗ്നൽ നിർത്തി. വഴിയിലന്ന് കണ്ടു, വഴിയിലന്ന് കണ്ടല്ലോ. ആൾക്കാരോടാ എന്നും കൈ നീട്ടി. അവളെ കണ്ടപ്പോ ഞാൻ വല്ലാതെ ഷോക്കായി. അവളാണ് ഇവള്. എന്റെ മനസ്സലിഞ്ഞു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ചിട്ട് പാവമാണല്ലോ എന്ന് വിചാരിച്ച് പ്രേമിക്കാൻ തുടങ്ങി ഞാൻ. ഇതായിരുന്നു എന്റെ ലവ് സ്റ്റോറി. എങ്ങനെയുണ്ട്? സാഗർ, നീ ആ കുട്ടിക്ക് ഒരുപാട് പ്രയാസങ്ങൾ കൊടുത്തു അല്ലേ? അമ്മ എന്തായി പറയുന്നേ?
പാവം പ്രിയങ്ക 10-20 വർഷമായിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ. ഇവളെ ചതിച്ചിട്ട് അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അമ്മേ. അവൾ എന്നെ മനസ്സിൽ കൊണ്ട് നടന്ന് മെന്റൽ ഡിപ്രഷനിലേക്കൊക്കെ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ പ്രേമിക്കത്തേ ഇല്ലായിരുന്നു. പാവം. ആ അവസ്ഥയിലേക്ക് ഞാൻ കാരണം അങ്ങനെ ഒരു സുന്ദരിയായ പെൺകുട്ടി പോയപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. തെറ്റാണോ അത്? അയ്യോ എന്റെ പൊന്നു മോനെ, നീ ചെയ്തത് ഒരിക്കലും തെറ്റല്ല. നിന്റെ നല്ല മനസ്സ് മനസ്സിലാക്കാതെ ഞങ്ങൾ നിന്നെ വേദനിപ്പിച്ചു അല്ലേ? സോറിടാ മോനെ. സാരമില്ല അമ്മായി, എന്നെ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ, അത് മതി. ഞാനിപ്പോ ഹാപ്പിയായി അമ്മായി. ഞാനെന്നാ വരട്ടെ. അതെ, എങ്ങനെയുണ്ട് എന്റെ സ്റ്റോറി? അവരൊക്കെ സന്തോഷത്തോടെ എന്തെല്ലാം പറഞ്ഞെന്നെ, നീ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്നെക്കാളും സുന്ദരിയല്ലേ അവള്? എന്താടാ ഇത്ര നാളായിട്ട് ഇങ്ങനെ ഒരു കാര്യം എന്റെ അടുത്ത് നീ പറഞ്ഞില്ലല്ലോ. നിന്നോട് ഞാൻ എന്തിനാ പറയുന്നേ? എന്തായാലും നമുക്ക് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ഞാൻ ആരെങ്കിലും പ്രേമിച്ച നിനക്കെന്താ? അത് ശരിയാണ്. എനിക്കെന്താ സാഗർ, നമ്മുടെ കാര്യം എന്തായാലും സോൾവ് ആയല്ലോ. അത് തന്നെ ഭാഗ്യം. നിനക്ക് നിന്റെ സുന്ദരി ലവറിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊള്ളാം മോനെ, നിന്നെ സമ്മതിച്ചു. ഇവിടെ ഇത് സത്യാന്നാ വിചാരിച്ചേക്കുന്നത്. ഇതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങോട്ട് നോക്ക്. റെഡിയാ? ശീതൾ. ഓ സോറി, ചഞ്ചൽ. ഹലോ, ഞാൻ ശീതളും അല്ല ചഞ്ചലും അല്ല. മാറി നിൽക്ക അങ്ങോട്ട്. പ്രേമിക്കുന്നതിന് പേരാണോ പ്രധാനം? ഐ ലവ് യു. വാവ്, സൂപ്പർ. അടിക്കടാ ക്ലാപ്പ്. സ്റ്റുപ്പിഡ്. മാറി നിൽക്കടാ അവിടുന്ന്. എടുത്തോണ്ടോടാ. അളിയാ നോക്കളിയാ, എങ്ങനെയുണ്ട്? എടാ പിങ്കടാ. ഏയ്, നാളെ ഇന്റർനെറ്റിൽ കാണാം. പിങ്കി. വേറും ചുരിദാറും ജീൻസേ ഉള്ളൂ. ഞാൻ പോവാ. കണ്ടില്ലേ, ഉഗ്രനായിട്ടുണ്ട്. ഞാനാ കളിയാ. ചെല്ലു ചെല്ലു. Stop. Hi Priyanka. You rascal! You scoundrel! Idiot! വിടടാ. ഈ ഏരിയയിൽ എന്റെ പേര് കേട്ടാ ഞെട്ടി വിറയ്ക്കും. അങ്ങനെയുള്ള ഇവിടെ വന്ന് നീ എന്റെ ഫ്രണ്ടിനെ തല്ലാറായോ? വിടാൻ. വെറും ഒരു പെണ്ണായ നിനക്ക് ഇത്രയും അഹങ്കാരമാണെങ്കിൽ ഒരാണായി എനിക്ക് എത്ര അഹങ്കാരം ഉണ്ടാവൂടി. എടുത്തിടറ അവളെ വണ്ടിയില്.